ഒരിക്കലും കാണികൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പോർച്ചുഗൽ ആദ്യ മത്സരത്തിൽ മൈതാനത്ത് കാണികൾക്ക് വേണ്ടി സമ്മാനിച്ചത്. സമനിലയിൽ ആകാൻ സാധ്യതയുള്ള മത്സരമാണ് അവസാന നിമിഷത്തിൽ വിജയത്തിലോട്ട് പോർച്ചുഗൽ കൊണ്ടുപോയത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ നിറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റൊണാൾഡോ അല്ലെങ്കിൽ 39 വയസ്സുകാരനായ ആ ഒരു വ്യക്തി ആദ്യ ലൈനപ്പിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോർച്ചുഗലിന് നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കാൻ പറ്റാത്തത് എന്നാണ് കമന്റ് ബോക്സിൽ കമന്റുകൾ പറയുന്നത്. ഒരിക്കലും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം, പോർച്ചുഗലിന്റെ ഒരുപാട് ടീംമേറ്റ്സ് അദ്ദേഹത്തിൽ ഒരിക്കലും വിശ്വസിക്കാതെ അദ്ദേഹത്തിന് പാസ് നൽകുന്നതിൽ നിരസിക്കുകയാണ്. ഇതാണ് എൻ്റെ വാദം. നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീംമേറ്റ്സിന് അദ്ദേഹത്തിന് മുകളിലുള്ള ഒരു വിശ്വാസക്കുറവ്, അത് തന്നെയാണ് അവിടെ കറക്റ്റ് രീതിയിലുള്ള പാസുകളും കാര്യങ്ങളും എത്താത്തത്. ഒരു കോർഡിനേഷനും കാര്യങ്ങളും ഇല്ലാത്തത്, ടീംമേറ്റ്സും റൊണാൾഡോയും തമ്മിലുള്ള കോർഡിനേഷനും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ടുള്ള പാസുകളും കാര്യങ്ങളും എത്താത്തത്. ബെർണാർഡോ സിൽവയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകൾ കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു പാസ് റൊണാൾഡോയിലേക്ക് എത്തിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിരസിക്കുകയാണ് പാസുകളെല്ലാം. റാമോസിനെ മാറ്റിവെച്ചുകൊണ്ടാണ് റൊണാൾഡോ ഫസ്റ്റ് ലൈനപ്പിൽ ഇറങ്ങുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല റാമോസ് റൊണാൾഡോയെക്കാളും മികച്ചൊരു കളിക്കാരനാണ്, അല്ലെങ്കിൽ റൊണാൾഡോ റാമോസിനേക്കാളും മികച്ച ഒരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. റൊണാൾഡോക്കും അത്രമാത്രം മികച്ച നല്ല രീതിയിലുള്ള സ്റ്റാറ്റ്സുകളുണ്ട്, റാമോസിനുമുണ്ട്. പക്ഷേ റാമോസും റൊണാൾഡോയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിലവിൽ ദ കറന്റ് സിറ്റുവേഷനിൽ റൊണാൾഡോയാണ് മികച്ച ഫോമിലെന്ന് എനിക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് റൊണാൾഡോ ആദ്യ ലൈനപ്പിൽ ഇറങ്ങുന്നത്. നിരവധി തവണ മികച്ച ഐറ്റുകളിൽ ചാടി ഗോളാക്കിയ ഒരു താരമാണ് റൊണാൾഡോ. അങ്ങനെയുള്ളൊരു താരം തൻ്റെ ടീമിലുള്ള സമയത്ത് നല്ല രീതിയിലുള്ള ക്രോസുകളും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ആ താരത്തിന് എങ്ങനെ ഗോളടിക്കാൻ കഴിയും? അല്ലെങ്കിൽ ആ ഒരു താരത്തിനെ മാത്രം ഇങ്ങനെ കുറ്റം പറയും? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. UCL അത്ലറ്റിക്കോ മാഡ്രിഡും ജുവന്റസും കളിക്കുന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ജുവന്റസിനെ പരാജയപ്പെടുത്തി ഫസ്റ്റ് ലീഗിൽ. രണ്ടാമത്തെ ലീഗിൽ 2 ഗോളുകൾക്ക് പിറകിലാണ് ജുവന്റസ്. ആ ഒരു ലീഗിൽ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് ഹാട്രിക് അടിച്ചിട്ടാണ് റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചുകൊണ്ട് ജുവന്റസിനെ അടുത്ത റൗണ്ടിലേക്ക് കടത്തുന്നത്. ആ ഹാട്രിക്കിൽ 2 ഗോളുകളും ഹെഡറാണ്. മികച്ച 2 ക്രോസുകളിൽ നിന്നാണ് ആ 2 ഹെഡ് ഗോളുകൾ വീണത്. അത്തരം റിസ്ക് എടുത്തുകൊണ്ടാണ് റൊണാൾഡോ അത് ഗോളാക്കി മാറ്റിയത്. അങ്ങനെയുള്ള ആ ഒരു എബിലിറ്റി ഇപ്പോഴും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൊണാൾഡോക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്ലെയർ ഉള്ള സമയത്ത് ഇതുപോലെയുള്ള നല്ല ക്രോസുകളും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അദ്ദേഹത്തിനെ മാത്രം കുറ്റം പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.